ലോകത്തിലെ തന്നെ ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കളരിപ്പയറ്റ്. ശരീരവും മനസ്സും ഒരേപോലെ ഏകാഗ്രമാകുന്ന ഈ വിദ്യയുടെ വേരുകൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കേരളത്തിന്റെ തനതായ ഈ പോരാട്ട വീര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക. നമസ്കാരം, യാമി ആൻഡ് കോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് പ്രജീഷ്, വീക്കാൻ കളരി, പരൂര്. ഞാനിപ്പോ ഒരു വർഷമായിട്ട് പരൂര് കളരി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പോയിരുന്ന കളരി തിരൂര് വീക്കാൻ കളരി സത്യം ഗുരുക്കളാണ് അവിടുത്തെ കടാശൻ. പിന്നെ മങ്ങാട് വർഗീസ് ഗുരുക്കള് ഞങ്ങളുടെ ഒരു നാടാണ്. വീക്കാൻ കളരിയുടെ ഉദ്ഭവം ചങ്ങനകുളത്തു നിന്നാണെന്നാണ് പറയുന്നത്. മാധവ പണിക്കർ വീക്കാൻ കളരി. ഞാൻ നേരിട്ട് സത്യഗുരുക്കളുടെ ശിഷ്യനാണ്. 25 വർഷമായിട്ട് സത്യഗുരുക്കളുടെ കീഴിൽ കളരി അഭ്യസിച്ച് നടന്ന ഒരാളാണ്. ഇപ്പൊ സ്വന്തമായിട്ട് പരൂര് കളരി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 40ഓളം കുട്ടികൾ ഇപ്പൊ അവിടെ വരുന്നുണ്ട്. കളരിയുടെ അളവ് ഏകദേശം 32-64 എന്നുള്ള ഒരളവാണ്. അത് ഒരു കളരിയുടെ അളവായിട്ടല്ല, ഗോതയുടെ അളവായിട്ടാണ് കണ്ടത്. കൂടുതലും കേരളത്തിൽ 21-42 എന്നുള്ള അളവാണ് കളരിയുടെ അളവായിട്ടാണ് ഒരുവിധം കളരികളും നടന്നുകൊണ്ടിരിക്കുന്നത്. 32-64 എന്നുള്ള കണക്കാകുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് പങ്കെടുക്കാനും പറ്റും. അതൊരു ഗോതയുടെ അളവായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ കളരിയുടെ ഒരു അളവനുസരിച്ച് തന്നെ ആ ബൗണ്ടറി ഇപ്പോൾ 32-64 എന്ന് പറയുന്നത് അഷ്ടദിക്പാലകന്മാരുടെ കൺട്രോളിലാണ്. അവരുടെ
ഉടമസ്ഥയിൽ ആണ് ഈ അളവ് ചുറ്റപ്പെട്ട് കിടക്കുന്നെന്നുള്ളത് അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കളരിയിൽ തെക്ക് പടിഞ്ഞാറെ മൂലയിലാണ് പൂത്തറ വരുന്നത്. പൂത്തറ അതുപോലെ തന്നെ പൂത്തറ കൂടാതെ തന്നെ കുരുത്തറ, നാഗത്തറ, ആയുധത്തറ, അങ്ങനെ വേറെ തറകളുണ്ട്. പിന്നെ പീഠങ്ങളായിട്ട് വെക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ഇന്ന് ഒരുവിധം കളരികളിലും സങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പൂത്തറയും അതുപോലെ തന്നെ കുരുത്തറ, ആയുധത്തറ, വെളുക്കുംതറ അങ്ങനെ ഉള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പ്രതിഷ്ഠല്ല, അത് സങ്കല്പം എന്നുള്ള രീതിയിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത്. എല്ലാ കളരികളും അങ്ങനെയാണ്. മുന്നത്തെ പോലെ ചിട്ടയോടുകൂടെ കളരിയിൽ കയറി വന്ന് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യമൊന്നും ഇല്ല. എല്ലാ ആളുകളും തിരക്കാണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ കൂടി കഴിഞ്ഞ് ശുദ്ധിയിലാണ് ക്ഷേത്രത്തിൽ വരുന്ന പോലെയാണ് കളരിയിലൊക്കെ വന്നത്. ഇന്ന് ആ രീതി ആർക്കും പറ്റാത്തതുകൊണ്ട് തന്നെ ഇന്ന് വേറെ ഒരു സങ്കല്പം എന്നുള്ള രീതിയിൽ മാത്രമാണ് കളരി മുന്നോട്ട് പോകുന്നത്. ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ കളരി ലോകത്തിലെ എല്ലാ ആയോധന കലകളിലും ഒരു മാതാവായിട്ടാണ് കളരിപ്പയറ്റിനെ ഇന്ന് ജനങ്ങൾ കാണുന്നത്. ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് മൂല്യം കണക്കാക്കുന്ന ഒരു കലയായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂൾ തലങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങളുണ്ട് ഈ കലയ്ക്ക്. ഈ വർഷം സ്പോർട്സിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു വർഷം പറയുന്നത്. സ്കൂൾ തലങ്ങളിലൊക്കെ കുട്ടികൾക്ക് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഇനി വരും വർഷങ്ങളിലൊക്കെ ഒന്നുകൂടി എല്ലാ സ്കൂളുകളും അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കുട്ടികളെ മത്സരത്തിന് ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു തോന്നുന്നു. ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട്, എല്ലാ സ്കൂളുകളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കളരിയിൽ നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കളരി കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കളരി അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം
വ്യായാമം ചെയ്യാനുള്ളൊരു സമയം കുട്ടികൾക്കില്ലല്ലോ. പഠിപ്പ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പിന്നെ മുന്നത്തെ പോലെ ഓടിക്കളി അതൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ട്, മുതിർന്നവർക്കും ഉണ്ട്. വ്യായാമക്കുറവിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട്. ഇന്ന് 4 രീതികളിലാണ് കളരി കാണപ്പെടുന്നത്. 1 തെക്കൻ രീതികളും, 2 വടക്കൻ രീതി, 3 മധ്യ കേരള, 4 തുളുനാട്. അങ്ങനെ ഈ 4 രീതികളിലാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ കേരളത്തിൽ വടക്കൻ സമ്പ്രദായത്തിലെ കളികളാണ് കൂടുതലുള്ളത്. Vamos lá.